റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും കൂത്തുരൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പോളി കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. നമ്മൾ ഇതിന് മുമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറച്ച് ഗ്യാപ്പിന് ശേഷം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പോളി കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. പോളി കോട്ടൺ എന്ന് പറയുമ്പോൾ പ്യുവർ കോട്ടൺ അല്ല, എന്താ പറയാ, പോളിസ്റ്ററും കോട്ടണും കൂടെ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. 65% പോളിസ്റ്ററും 35% കോട്ടണുമാണ് കേട്ടോ. അപ്പൊ ഇനി ഇത് വാങ്ങിച്ചിട്ട് ആരും പ്യുവർ കോട്ടൺ അല്ല എന്ന് പറയല്ലേ. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. നമ്മുടെ ക്യാമ്പ്രിക്കും അതുപോലെ ഫോർട്ടീസും എല്ലാം പ്യുവർ കോട്ടൺ ആണ്. ഇത് പോളി കോട്ടൺ ആണ്. ഈ പോളി കോട്ടൺ ആകുമ്പോൾ ഫാബ്രിക് കുറച്ചധികം നാള് ലാസ്റ്റ് ചെയ്യും, കാരണം ഇതിനകത്ത് പോളിസ്റ്റർ മിക്സുകൾ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് ഡിസൈൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ കുറെ വന്നിട്ടുണ്ട്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. പ്രൈസ് വന്നിരിക്കുന്നത് 84 റുപ്പീസ് പെർ മീറ്റർ ആണ്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കുർത്തി ചെയ്തിട്ടുള്ളത് ഈ സെയിം ഫാബ്രിക് വെച്ചിട്ടാണ്, സെയിം ഡിസൈൻ വെച്ചിട്ടാണ്. ഇതിന്റെ ഈ ഒരു പാർട്ടൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ. അതായത് ഒരു ബ്ലാക്കിനകത്തേക്കാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയുള്ള ഈ കോട്ടണിൽ വന്നിട്ടുള്ള പ്രിന്റ് പോലത്തെ പ്രിന്റുകളാണ്. പ്രിന്റ് എല്ലാം കോട്ടണിൽ പോലത്തെ പ്രിന്റുകളാണ്. ഇങ്ങനെയാണ് സ്ട്രൈപ്പ് പാറ്റേണിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ബ്ലാക്കിനകത്ത് റെഡും ചിക്കൻ കളറും കൂടെ ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതിനകത്ത്. ഇതെല്ലാം മിഡ് ആണ് കേട്ടോ. അതായത് സ്ക്രീൻ പ്രിന്റ് ഒന്നും അല്ല. ഓരോ ഫാബ്രിക് ഡിഫറെന്റ് ആകുമ്പോൾ അവരുടെ പ്രിന്റിങ്ങിന്റെ ടെക്നിക്സ് തന്നെയും ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇതിന് തന്നെ മാച്ച് ചെയ്യാവുന്ന ബാക്കി, അതായത് ഈ ബോഡി പാർട്ട് ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു മെറൂണിഷ് ആയിട്ടുള്ള കളർ വെച്ചിട്ടാണ്, മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളർ വെച്ചിട്ടാണ്. ഇതിന്റെ നല്ല ഭാഗം കാണിച്ചു തരാം. എല്ലാ ഫാബ്രിക്കിനും അകവും കുറവുണ്ടല്ലോ. ഇതിന്റെ നല്ല ഭാഗം, നല്ല കളർ വരുന്ന ഭാഗം ഈ ഒരു പാർട്ടാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ബോഡി പാർട്ട് വന്നിട്ടുള്ളത്. സെയിം പ്രിന്റ് തന്നെയാണ്. ഇനി ഇതിന്റെ തന്നെ വേറൊരു കളർ കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നമ്മൾ ആദ്യം കണ്ട ബ്ലാക്കിന് മാച്ച് ചെയ്യാവുന്ന പോലത്തെ തന്നെയാണ്. ബ്ലാക്കിനകത്ത് ഒരു മെറൂണിഷ് ആയിട്ടുള്ള പ്രിന്റ് ആയിരുന്നു വന്നിരുന്നത്. ഇത് ബ്ലാക്കിനകത്ത് ഒരു റെഡ് കളറിലുള്ള പ്രിന്റ് ആണ്. അതായത് ഈ ഒരു പ്രിന്റിന്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ആദ്യം കണ്ടതിനകത്ത് ഈ പ്രിന്റ് ഒരു മെറൂൺ കളർ ആയിരുന്നു. ഇപ്പൊ നമുക്കൊരു റെഡ് കളർ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും ഈ പ്രിന്റിന് കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. പ്രിന്റിന്റെ കളറിന് പ്രിന്റ് സെയിം ആണ്, അതിനകത്തുള്ള കളർ ചേഞ്ച് ആണ്. നെക്സ്റ്റ് വൺ നമ്മള് ഒരു റെഡ് ആണ് കേട്ടോ. ആദ്യം കണ്ടത് ഒരു മെറൂണിഷ് ആയിട്ടുള്ള കളറാണ്. ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറാണ്. ഇതെല്ലാം തന്നെ 42 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 84 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. പെർ മീറ്റർ 84 രൂപയാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് വരുമ്പോൾ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. പോളി കോട്ടൺ ആണ്. പോളിസ്റ്റർ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. വാങ്ങിച്ചിട്ട് പ്യുവർ കോട്ടൺ അല്ല എന്ന് പറയാണ്ടിരിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന പോലെയല്ലല്ലോ ഓൺലൈനിൽ വാങ്ങിച്ചു കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് പോളി കോട്ടൺ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്. ഇനി നമുക്ക് വേറൊരു പ്രിന്റ് കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ആ ഒരു എന്താ പറയുക, ജയ്പൂർ കോട്ടണിലൊക്കെ വരുന്ന സെയിം പ്രിന്റ് തന്നെയാണ്. ഇത് പോളി കോട്ടണില് ഫുൾ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് കൂട്ട പ്രിന്റ് ആണ്. നേവി ബ്ലൂ ആണ് ഇതിനകത്ത് കളർ വന്നിട്ടുള്ളത്. അതിനകത്ത് നമ്മളെ കോട്ടണിൽ കാണുന്ന പ്രിന്റ് പോലത്തെ പ്രിന്റ് ആണ്. ഇങ്ങനെ ചെറിയ ചെറിയ കൂട്ട പോലത്തെ പ്ലാന്റിന്റെ ഒരു പാർട്ട് പോലത്തെ പ്രിന്റുകളാണ് കേട്ടോ. എല്ലാം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് വൺ ഒരു ബ്രിക്ക് റെഡിന്റെ ഒരു ഡാർക്ക് ടോൺ എന്ന് പറയാം. ആ ഒരു കളറിലേക്കാണ് ഇത് വരുന്നത്. സെയിം പ്രിന്റ് തന്നെ കളറിന് മാത്രമാണ് ചേഞ്ച് വരുന്നത്. ചിക്കുവും ബ്ലാക്കും ആണ് ഇതിനകത്തുള്ള കളറിന്റെ പ്രിന്റിന്റെ കളർ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ബ്ലാക്കിനകത്തേക്കാണ്. ബ്ലാക്കിനകത്ത് ചിക്കും റെഡും ആയിട്ടുള്ള ഒരു കളറാണ്. എല്ലാം തന്നെ നമുക്ക് പ്യുവർ ജയ്പൂർ കോട്ടന്റെ ഒരു പ്രിന്റിന് മാച്ച് ചെയ്യാവുന്ന പോലെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ഇതിങ്ങനെയാണ് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. 84 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ്. 40 to 43 ഇഞ്ച് ആ ഒരു വിഡ്ത്ത് ആണ് ഇതിനകത്ത് വരുന്നത്. ലാസ്റ്റ് വൺ ഈ പ്രിന്റിന്റെ തന്നെ ഒരു റെഡ് കളർ കൂടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് കേട്ടോ. ആദ്യം കണ്ടതൊരു ബ്രിക്ക് റെഡ് കളർ ആയിരുന്നെങ്കിൽ ഇതൊരു കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ചിക്കും ബ്ലാക്കും ആണ് ഇതിനകത്തുള്ള പ്രിന്റ്. നമ്മൾ ഇന്ന് കണ്ടത് പോളി കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. പോളി കോട്ടൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പോളിസ്റ്ററും കോട്ടണും മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. പ്രൈസ് ഒന്നുകൂടെ പറയട്ടെ. 84 രൂപയാണ് പെർ മീറ്റർ. 42-43 ഇഞ്ചാണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. 44 അല്ല, നമുക്ക് പ്യുവർ കോട്ടണിനാണ് ഇത് 44 ഇഞ്ച് വിഡ്ത്ത് വരുന്നത്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവര് 99606025 കോൺടാക്ട് ചെയ്താൽ മതി. ലൈനിങ് ഇല്ലാതെ ചെയ്യാം. ഞാൻ ചെയ്യുന്നതെല്ലാം തന്നെ ലൈനിങ് ഇല്ലാതെയാണ്.
ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലൈനിങ് ഇല്ലാതെ ചെയ്ത് വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.